ഒക്കെ തട്ടിക്കളഞ്ഞു. എന്നെ പിടിച്ച് ഉന്തുകയും ചെയ്തു. ആ തിരുമേനി ഉണ്ണിയല്ലാന്ന് പറഞ്ഞതിനാ. എന്റെ ഉണ്ണി വന്നില്ല രാധേ? വന്നു. സരസ്വതി കളവ് പറഞ്ഞതാ. ഉണ്ണിയെ ഞാൻ ഇപ്പൊ കണ്ടിട്ട് വരികയല്ലേ. എന്നിട്ട് എന്ത് പറഞ്ഞു? അവൻ ഇങ്ങോട്ട് വരുവോ? വരും. അമ്മ എണീറ്റ് കട്ടിലിരിക്കൂ. സരസ്വതി, പാല് കൊണ്ടുവരൂ. ഒരു കൂട്ടം പറയാനുണ്ട്. പ്രിയ രാധയാ, ഒരാളുടെയും കണ്ണിപ്പെടാണ്ട് എങ്ങനെ ഈ മറിഞ്ഞിരിക്കണേ? ഇതൊരു വിദ്യ തന്നെയാണ്. ചെറുപ്പത്തിലേ ഉള്ള ശീല. തമ്പുരാട്ടിമാരുടെ കണ്ണിപ്പെടാണ്ട് നടന്നില്ലെങ്കിൽ ചീത്ത കേൾക്കും. ശൂദ്രച്ചിക്കുട്ടി, ദുശകുനം, അശ്രീകരം എന്നൊക്കെയാ എനിക്കിട്ടിരുന്ന പേര്. ഇപ്പോഴല്ലേ രാധയും മോളും ഒക്കെ ആയത്. ഇപ്പോ ആ പവറിൽ അങ്ങോട്ട് നടന്നൂടെ? എന്തിനത്? ഒക്കെ കള്ളസ്നേഹ കാട്ടണത്. ചിരിച്ചു കാട്ടിയാലും ഉള്ളിന്റെ ഉള്ളില് പല്ലെറുമണത് എനിക്കറിഞ്ഞൂടെ. അയ്യേ, കരയാ? പെൺകുട്ടികള് കരയണത് കണ്ട വലിയ വിഷമാ. അതും രാധ. എപ്പോഴും ചിരിക്കണ മൊഹ എനിക്കിഷ്ടം. ഒന്ന് പുഞ്ചിരിക്കൂ കാണട്ടെ. ആ, ചിരിക്കുന്നേ. എത്ര ശേലായിരിക്കുന്നു. ഇനി പറയൂ, എന്താ ഒരു കൂട്ടം പറയാനുണ്ടെന്ന് പറഞ്ഞേ? എന്റെ അമ്മയുടെ അടുത്ത് ഒന്ന് വരുമോ? അത് അബദ്ധാവോ? അമ്മ കരുതിയിരിക്കണത് അവിടുന്ന് ഉണ്ണിയാണെന്നാണ്. നുണ പറഞ്ഞ് ഞാൻ മടുത്തു. ചോദിക്കുമ്പോ ഒക്കെ ഓരോ കാരണങ്ങൾ പറയും. നാളെ വരും, മറ്റന്നാൾ വരുമെന്നൊക്കെ. പാവം എന്റെ അമ്മ. എത്ര നാളാന്ന് വെച്ച ആശിപ്പിക്ക. ഒന്ന് വരുന്നതിൽ വിരോധമുണ്ടോ? ഞാൻ വരാം. ഈ ഉണ്ണി എങ്ങനെയാ മരിച്ചേ? സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയതാ. ബസ് മറിഞ്ഞ് 7 കുട്ടികൾ മരിച്ചു. അതിലൊന്ന് ഉണ്ണിയായിരുന്നു. 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ശരീരം പോലും ഇങ്ങടേക്ക് കൊണ്ടുവന്നില്ല. ശരീരം ഒന്ന് പറയാൻ മാത്രം ബാക്കി ഉണ്ടായിരുന്നില്ല അത്രേ. മരിച്ചോന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. കാണാണ്ടായിന്നാ പറഞ്ഞത്. അന്വേഷിക്കണുണ്ട്. ഇന്ന് വരും, നാളെ വരുമെന്ന് പറഞ്ഞ് ഒടുവിൽ അമ്മയ്ക്ക് തലയ്ക്ക് സ്ഥിരമില്ലാണ്ടായി. ആദ്യമൊക്കെ എല്ലാരെയും ഉപദ്രവിക്കുമായിരുന്നു. എന്നെ മാത്രം അമ്മ ഒന്നും നുള്ളിയിട്ട് പോലും ഇല്ല. രാധയുടെ അമ്മ പ്രസവിച്ച സ്ത്രീയെ കണ്ട് ഓർമ്മയില്ല എനിക്ക്. 1 വയസ്സുള്ളപ്പോ എന്നെ ഉപേക്ഷിച്ചു പോയതാണ് ആ സ്ത്രീ. അന്നു മുതല് തലയ്ക്ക് സ്ഥിരമില്ലാത്ത അമ്മയുടെ കൂടെ വളർന്നതാ ഞാൻ. സരസ്വതി പറയും, കുട്ടിയെ കുളിപ്പിക്കുകയും കണ്ണെഴുതിക്കുകയും ഒക്കെ ചെയ്യണ കണ്ട തമ്പ്രാട്ടിക്ക് പ്രാന്താണെന്ന് ആർക്കും തോന്നില്ല അത്രേ. എന്നെ അത്ര ഇഷ്ടാണ് എന്റെ അമ്മയ്ക്ക്.